സൈലന്റ് ആയിട്ട് വന്ന് വമ്പൻ ഹിറ്റായി മാറിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ KBN പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബാലൻ. 1938 മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായിട്ടുള്ള ബാലന് ശേഷം മറ്റൊരു ബാലൻ പിറവിയെടുക്കാൻ പോവുകയാണ് ഈ മാസം 12-ാം തീയതിയോ 18-ാം തീയതിയോ മറ്റുമാണ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. വളരെ സൈലന്റ് ആയിട്ടാണ് ഇവരിയ്ക്കുന്നത്. ഇവർ കുറേ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ സിനിമ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് വലിയ കമ്പനികളൊക്കെയാണ് ഇതിൻ്റെ റൈറ്റ്സ്, ഓരോന്നും പാട്ടിൻ്റെ റൈറ്റ്സും നമ്മുടെ ടെലികാസ്റ്റ് OTT റൈറ്റ്സും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നത്. സിനിമയുടെ അത്രയും വലിയൊരു കണ്ടന്റ് ആണെന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിലേക്ക് ഉണർത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്താണ് സബ്ജക്റ്റ് എന്നൊന്നും അറിയില്ല. ഒരുപാട് പുതുമുഖങ്ങളായിരിക്കും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷൈജു ഖാലിദിനെ പോലെയും അതുപോലെ തന്നെ ഗണപതി തന്നെയാണ് ഇതിൻ്റെ അകത്തും കാസ്റ്റിംഗ് ഡയറക്ഷൻ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കുറേ പുതിയ പിള്ളേരും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. സി മ്യൂസിക് സൗത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് റിലീസ് ആക്കിയിരിക്കുന്നത്. മലയാളം വെർഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സോ ഇത് പല ലാംഗ്വേജസിൽ ഈ സിനിമ വരാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതയല്ല, ഉണ്ട്. കാരണം ആ റേഞ്ചിലോട്ട് ചിദംബരം എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു റേഞ്ച് പോയിരുന്നു. സോ ഇതൊരു പുള്ളിയുടെ ഒരു തുടക്കം മാത്രം എന്ന് പറയുന്ന ഒരു പടമായിരിക്കാം. ബാലൻ ദ ബോയ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞിപ്പടമാണോ അതോ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിപ്പടം വന്നിട്ട് ഇത്രയും വലിയൊരു കണ്ടന്റ് പറഞ്ഞ സംഭവമാണോ എന്ന് നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് റിയാക്ട്. സുഷിൻ ശ്യാമാണ്. ദൈവമേ, കോപ്പറേറ്റ് അടിക്കല്ലേ. ജനമൻ മഞ്ഞുമൽ ബോയ്സ് KBN പ്രൊഡക്ഷൻ. പെപ്സി ആൻഡ് ഫിലിംസ്. നമ്മുടെ പുതിയ കഥ എന്താ പറയാം? എന്റെ പുതിയ പേരെന്താ? ഈ പയ്യനെ കണ്ടോ? ജീൻ. പുള്ളിക്കാരുടെ പേര് മറന്നുവല്ലോ. അഭിജിത് കുമാർ. ഓക്കെ, എന്തോ ഉണ്ട്. അജയൻ ശരി. അമ്മേ, അമ്മൂമ്മ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? പറയാൻ പറ്റില്ല. പേരുണ്ടോ? സുഷിൻ ശ്യാം. അമ്മ അവരെ എന്തെങ്കിലും ചെയ്യുമോ? ഷൈജു ഖാലിദ്. പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്. ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. ചക്രം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയാ? അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. എന്തായിരുന്നു പറയടാ? അമ്മ അമ്മ ജൂൺ 19. സൈക്കോപ്പടമാണ്. ദൈവമേ, ഒരു മിന്നായം പോലെ ടോവിനോ തോമസിനെ കണ്ട പോലെ തോന്നി. എന്താ ഇപ്പം സംഭവിച്ചത്? നൈസ്. ഞാൻ തുടക്കത്തിൽ പറയാതെ വിട്ടുപോയൊരു വലിയൊരു പേരുണ്ടായിരുന്നു. സോറി. ആവേശം, അതുപോലെ തന്നെ മറ്റേ സിനിമയുടെ പേരെന്നായിരുന്നു, രോമാഞ്ചം എന്നീ സിനിമകളുടെ ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവിൻ്റെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടല്ലോ, ട്രെയിലർ തന്നെ കാണാനുണ്ട്. സംഗതി എന്തായാലും ഒരു സംഭവമാണ്.
ഒരു ഡാർക്ക് പരിപാടിയാണെന്നുള്ളതിന് ഒരു സംശയമില്ല. അവസാനത്തെ ഷോട്ട് പലതും എന്നെ ഓർമ്മിപ്പിക്കുന്നു. അതിപ്പോൾ പറഞ്ഞ് അതിൻ്റെ ഒരു സുഖം കളയുന്നില്ല. ബട്ട് ആക്ട്രസും പുള്ളിക്കാരത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, 2-3 സിനിമകളിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരത്തിൻ്റെ പെർഫോമൻസും ഈ ട്രെയിലറിൽ തന്നെ എവിഡൻ്റ് ആണ്. ഗംഭീരമായിട്ടുള്ളൊരു പരിപാടികൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ആ കൊച്ചിൻ്റെയും പെർഫോമൻസിൻ്റെ അത് കാണാൻ സാധിക്കും. ബാലൻ ദ ബോയ് പല പല പേരുകളിൽ പല പല നാടുകളിൽ മാറി നടക്കുന്ന ഒരു അമ്മയും മകനും. അതിൽ അമ്മയ്ക്കാണ് കുറച്ചും കൂടി ഡാർക്ക് വെർഷൻ, ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന, ഒരു ഷാഡോയിൽ നിൽക്കുന്നത് അമ്മയാണ്. സോ ലെറ്റ് സി, നമുക്ക് എന്തായാലും ജൂൺ 19 പടം റിലീസാകുന്ന സമയത്ത് കാണാം. എല്ലായിടത്തും റിലീസ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. KVN പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ജനനായകൻ സിനിമ റിലീസാവാത്തത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു പക്ഷേ ഒരു സിനിമ അവർ റിലീസാക്കി, KD ദ ഡെവിൾ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അതിന്ന് OTT റിലീസായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സിനിമയായിരുന്നു ഈ ജനനായകൻ. നീണ്ടുപോയത് കൊണ്ട് തന്നെ ടോക്സിക് എന്ന് പറയുന്ന സിനിമയും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിട്ട് നിൽക്കുന്നുണ്ട്. അതും KVN പ്രൊഡക്ഷനാണ്. സോ ഇതും KVN പ്രൊഡക്ഷനാണ്. സോ ഈ ഇത്രയും വലിയ 2 സിനിമകളും ഇങ്ങനെ ഡിലേ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റാത്തതാണോ, അതോ മനഃപൂർവ്വം ഇതിനെ ഒന്ന് താത്തി വെച്ച് സിനിമ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇത് കയറി കൊളുത്തിക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളൊരു സ്ട്രാറ്റജിക് പ്ലാൻ, ഒരു തന്ത്രമാണോ ഇവരുടെ പുറകിലുള്ളതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും സംഗതി കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് എവിഡൻ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇനി തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെ ക്ഷമയോടെ ഈ ഡാർക്ക് ത്രില്ലർ കണ്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിന് എല്ലാവർക്കും നേരുന്നു. എനിക്കെന്തായാലും ട്രെയിലർ നല്ല രീതിയിൽ വർക്കായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. പീസ് ഔട്ട്.